ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ്റെ 7ാമത്തെ പാർട്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബാങ്കുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ഇതുവരെയുള്ള വീഡിയോസിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇനി നമുക്ക് ബാങ്ക് നൽകുന്ന സേവനങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കി പോവാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഒരു സൗകര്യമാണ് ലോക്കർ സൗകര്യം. എന്താണ് ലോക്കർ സൗകര്യം? ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ വിലപിടിപ്പുള്ള വസ്തുവകകളായ സ്വർണം, സ്ഥലത്തിൻ്റെ ആധാരം തുടങ്ങിയവ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ബാങ്ക് ഒരുക്കുന്ന ഒരു സംവിധാനമാണ് എന്ത്? ലോക്കർ സൗകര്യം. എന്താണ്? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ വിലപിടിപ്പുള്ള വസ്തുവകകളായ സ്വർണം, സ്ഥലത്തിൻ്റെ ആധാരം മുതലായവ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ബാങ്ക് ഒരുക്കുന്ന ഒരു സംവിധാനമാണ് ലോക്കർ സൗകര്യം എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. എന്താണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ DD എന്ന് പറയുന്നത്? പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന ഒരു സൗകര്യമാണ് എന്ത്? ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന ഒരു സൗകര്യമാണ് DD എന്ന് പറയുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ്. നെക്സ്റ്റ് വൺ, മെയിൽ ട്രാൻസ്ഫർ. എന്താണ് മെയിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് നൽകുന്ന സേവനമാണ് മെയിൽ ട്രാൻസ്ഫർ. എന്താണ് മെയിൽ ട്രാൻസ്ഫർ? ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് നൽകുന്ന സേവനം ഏതാണ്? മെയിൽ ട്രാൻസ്ഫർ ആണ്. നെക്സ്റ്റ് വൺ, ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. എന്താണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയ സംവിധാനമാണ് എന്ത്? ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എന്താണ്? മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയ സംവിധാനമാണ് ഇത്? ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. മറ്റൊരു സംവിധാനമാണ് പ്ലാസ്റ്റിക് മണി. എന്താണ് പ്ലാസ്റ്റിക് മണി? ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? പണം കൈവശം കരുതാതെ കാർഡ് ഉപയോഗിച്ച് പണാവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന കാർഡുകളെയാണ് പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. എന്താണ്? പണം കൈവശം കരുതാതെ കാർഡ് ഉപയോഗിച്ച് പണാവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന കാർഡുകളെയാണ് നമ്മൾ പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ക്രെഡിറ്റ് കാർഡ്. എന്താണ് ക്രെഡിറ്റ് കാർഡ്? പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന പ്ലാസ്റ്റിക് കാർഡിനെയാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. എന്താണ്? പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന പ്ലാസ്റ്റിക് കാർഡിനെയാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? ATM. എന്താണ് ATM കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. എന്താണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ? ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം പിൻവലിക്കാനുള്ള സംവിധാനമാണ് ATM. എന്താണ്? ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം പിൻവലിക്കാനുള്ള സംവിധാനമാണ് ATM എന്ന ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ വഴി സാധിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ATM ഡെബിറ്റ് കാർഡ്. എന്താണ് ATM ഡെബിറ്റ് കാർഡ്? ATM വഴി പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനുമായി ബാങ്ക് നൽകുന്നൊരു കാർഡാണ് ATM ഡെബിറ്റ് കാർഡ്. എന്താണ്? ATM വഴി പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനുമായി ബാങ്ക് നൽകുന്ന കാർഡാണ് എന്ത്? ATM ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. സോ ATMനെ പറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ATM എന്ന ആശയം ആദ്യം അവതരിപ്പിച്ചത് ആരാണ്? അത് ലൂതർ ജോർജ് സിംജിയൻ ആണ്. ആരാണ്? ലൂതർ ജോർജ് സിംജിയൻ. ലൂതർ ജോർജ് സിംജിയനാണ് ATM എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. ന്യൂയോർക്ക് കെമിക്കൽ ബാങ്കിനു വേണ്ടി 1969 ഡോക്യുടെൽ എന്ന കമ്പനി സ്ഥാപിച്ച ഡോക്യുടെൽ മെഷീനാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള ATMങ്ങളുടെ യഥാർത്ഥ മുൻഗാമി എന്ന് പറയുന്നത്. എന്താണ്? ATMന്റെ മുൻഗാമി എന്ന് പറയുന്നത് ഏതാണ്? ന്യൂയോർക്ക് കെമിക്കൽ ബാങ്കിനു വേണ്ടി. ഏതാണ്? ന്യൂയോർക്ക് കെമിക്കൽ ബാങ്കിനു വേണ്ടി 1969 ഡോക്യുടെൽ എന്ന കമ്പനി. ഏത് കമ്പനിയാണ്? ഡോക്യുടെൽ. ഡോക്യുടെൽ എന്ന കമ്പനി സ്ഥാപിച്ച ഡോക്യുടെൽ മെഷീനാണ്. മെഷീൻ്റെ പേരെന്താണ്? ഡോക്യുടെൽ. ഡോക്യുടെൽ മെഷീനാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള ATMങ്ങളുടെ യഥാർത്ഥ മുൻഗാമി എന്ന് പറയുന്നത്. സോ ATM കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഷെഫേർഡ് ബാരൺ ആണ്. ആരാണ്? ജോൺ ഷെഫേർഡ് ബാരൺ ആണ് ATM കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ആധുനിക രീതിയിലുള്ള ATM കണ്ടുപിടിച്ചത് ആരാണ്? അത് ഡൊണാൾഡ് C. വെറ്റ്സൽ ആണ്. ഡൊണാൾഡ് C. വെറ്റ്സൽ ആണ് ആധുനിക രീതിയിലുള്ള ATM കണ്ടുപിടിച്ചത്. അപ്പോൾ ലോകത്താദ്യമായിട്ട് ATM അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? ലോകത്താദ്യമായിട്ട് ATM അവതരിപ്പിച്ച ബാങ്ക് 1967 ബാർക്ലേസ് ആണ്. ഏതാണ്? ബാർക്ലേസ് ആണ് ലോകത്താദ്യമായി ATM അവതരിപ്പിച്ച ബാങ്ക്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ATM 1987 മുംബൈയിൽ സ്ഥാപിച്ചത് ആരാണ്? അത് HSBC എന്ന് പറയുന്ന ബാങ്കിങ് സംവിധാനമാണ്. HSBC എന്ന് പറയുന്നത് ഏതാണ്? ദ ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ. ഇതാണ് ദി ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷനാണ് HSBC എന്ന ഇന്ത്യയിലെ ആദ്യത്തെ ATM 1987 മുംബൈയിൽ സ്ഥാപിച്ചത്. അതുപോലെ കേരളത്തിൽ ആദ്യമായി ATM ആരംഭിച്ചത് എവിടെയാണ്?
ഏത് ബാങ്കാണ്? ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ്. 1992 ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് കേരളത്തിൽ ആദ്യമായി ATM ആരംഭിച്ചത്. എവിടെയാണത്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് 1992 ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് കേരളത്തിൽ ആദ്യമായി ATM ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ATM സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ചെന്നൈയിലാണ്. കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരത്തുമാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ATM സ്ഥാപിക്കപ്പെട്ടത് ചെന്നൈയിലാണ്. അത് കേരളത്തിൽ തിരുവനന്തപുരത്തുമാണ്. അതുപോലെ ഇന്ത്യയിൽ ആധാർ അടിസ്ഥാനമായിട്ടുള്ള ആദ്യത്തെ ATM തുടങ്ങിയ ബാങ്ക് ഏതാണ്? അത് DCB ബാങ്കാണ്. ഇതാണ് ഇന്ത്യയിൽ ആധാർ അടിസ്ഥാനമായുള്ള ആദ്യത്തെ ATM തുടങ്ങിയ ബാങ്ക് ഏതാണ്? DCB ബാങ്കാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ATM സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? ഏത് ബാങ്കാണ്? നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാനാണ്. ഏതാണ്? നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാനാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ATM സ്ഥാപിച്ച ബാങ്ക്. എവിടെയാണ്? പാകിസ്ഥാനിലെ കുൻജരാബ് ചുരത്തിലാണ്. കുൻജരാബ് ചുരത്തിലാണ്. എവിടെയാണ്? പാകിസ്ഥാനിലെ കുൻജരാബ് ചുരത്തിലാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ATM സ്ഥാപിച്ച ബാങ്ക്. ഏതാണ്? നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാൻ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ATM സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ അപ്പോൾ എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ ATM സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? ആക്സിസ് ബാങ്കാണ്. ഏതാണ്? ആക്സിസ് ബാങ്ക് സിക്കിമിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ ATM ബാങ്ക് സ്ഥാപിച്ചത് എവിടെയാണ്? സിക്കിമിലെ തെഗുവിലാണ്. ആക്സിസ് ബാങ്കാണ് ഈ ഇത്തരത്തിലൊരു ATM സ്ഥാപിച്ചതെന്നും ഓർത്തിരിക്കാം. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ATMകളുള്ള സ്വകാര്യ ബാങ്ക് ഏതാണ്? അത് ICICI ബാങ്കാണ്. എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ATMകളുള്ള സ്വകാര്യ ബാങ്ക് ഏതാണ്? ICICI ആണ്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ATMകളുള്ള പൊതുമേഖലാ ബാങ്ക് ഏതാണ്? അത് SBI ആണ്. എന്താണ്? SBI ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ATMകളുള്ള പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് ശാരീരിക വൈകല്യമുള്ളവർക്ക് വേണ്ടി ടോക്കിംഗ് ATM ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 2012 അഹമ്മദാബാദിലാണ് ഇത് സ്ഥാപിച്ചത്. എന്താണ്? 2012 അഹമ്മദാബാദിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ബാങ്കാണ് ശാരീരിക വൈകല്യമുള്ളവർക്ക് വേണ്ടി ടോക്കിംഗ് ATM ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ATMകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ATMകൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയാണ്. സെക്കൻഡ് എവിടെയാണ്? തമിഴ്നാട്. തേർഡ് കർണാടകയിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ATMകൾ ഉള്ളത് മഹാരാഷ്ട്രയും, അത് കഴിഞ്ഞ് തമിഴ്നാട്, അത് കഴിഞ്ഞ് കർണാടകയുമാണ്. ഓക്കെ, ഇത്രയുമാണ് ATMകളെ പറ്റിയിട്ട് നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകൾ എന്ന് പറയുന്നത്. പിന്നെ ATMയുമായിട്ട് ബന്ധപ്പെട്ട വേറെ കുറച്ച് പോയിന്റ്സ് കൂടിയുണ്ട്, അതും കൂടെ നമുക്ക് നോക്കി പോവാം. ഫസ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് ATM സ്ഥാപിതമായത് എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദിലാണ്. അപ്പം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് ATM സ്ഥാപിതമായത് എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദിലാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കുടിവെള്ളത്തിനായി ATM സ്ഥാപിതമായത് എവിടെയാണ്? അത് ഹൈദരാബാദിലാണ്. അപ്പം എന്താണ്? ഹൈദരാബാദിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കുടിവെള്ളത്തിനായി ATM സ്ഥാപിതമായത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാങ്ക് ദേശസാത്കരണത്തെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ബാങ്ക് ദേശസാത്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബാങ്കുകളെ സ്വകാര്യ ഉടമസ്ഥതയിൽ നിന്ന് പൊതു ഉടമസ്ഥതയിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് ബാങ്ക് ദേശസാത്കരണം എന്ന് പറയുന്നത്. എന്താണ്? ബാങ്കുകളെ സ്വകാര്യ ഉടമസ്ഥതയിൽ നിന്ന് പൊതു ഉടമസ്ഥതയിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് ബാങ്ക് ദേശസാത്കരണം എന്ന് പറയുന്നത്. ഈ ബാങ്ക് ദേശസാത്കരണം നടത്തുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ബാങ്ക് ദേശസാത്കരണം നടത്തിയത്. അപ്പോൾ എന്തിനാണ് ബാങ്ക് ദേശസാത്കരണം നടത്തിയത്? സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുന്നതിനായിട്ടാണ് ബാങ്ക് ദേശസാത്കരണം നടത്തിയത്. ബാങ്ക് ദേശസാത്കരണം നടത്തിയ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓക്കെ, ഇന്ദിരാഗാന്ധി ആയിരുന്നു ബാങ്ക് ദേശസാത്കരണം നടത്തിയപ്പോഴത്തെ പ്രധാനമന്ത്രി. ഇപ്പം എന്താണ് ബാങ്ക് ദേശസാത്കരണം എന്ന് പറയുന്നത്? ബാങ്കുകളെ സ്വകാര്യ ഉടമസ്ഥതയിൽ നിന്ന് പൊതു ഉടമസ്ഥതയിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ബാങ്ക് ദേശസാത്കരണം. എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ബാങ്ക് ദേശസാത്കരണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നൂടെ നോക്കാനുണ്ട്. ബാങ്ക് ദേശസാത്കരണം നടത്തുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാണ് സാമ്പത്തികമായ ഉൾപ്പെടുത്തൽ അല്ലെങ്കിൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ബാങ്കിംഗ് സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ ലഭ്യമാക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ബാങ്കിംഗ് സംവിധാനം ഉപയോഗിക്കുവാൻ അവസരം നൽകുകയുമാണ് സാമ്പത്തിക ഉൾപ്പെടുത്തൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? ബാങ്കിംഗ് സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ ലഭ്യമാക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ബാങ്കിംഗ് സംവിധാനം ഉപയോഗിക്കാൻ അവസരം നൽകുക എന്നതാണ് സാമ്പത്തിക ഉൾപ്പെടുത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബാങ്ക് ദേശസാത്കരണത്തിന്റെ മറ്റൊരു ലക്ഷ്യം എന്താണ്? കാർഷിക വികസനം. എന്താണ്? കാർഷിക വികസനം.
ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? കർഷകർക്ക് എളുപ്പത്തിൽ വായ്പയും സാമ്പത്തിക സഹായവും ലഭ്യമാക്കി കാർഷിക മേഖലയുടെ വളർച്ച ഉറപ്പാക്കുക. എന്താണ്? കർഷകർക്ക് എളുപ്പത്തിൽ വായ്പകളും സാമ്പത്തിക സഹായവും ലഭ്യമാക്കി കാർഷിക മേഖലയുടെ വളർച്ച ഉറപ്പാക്കുക എന്നതാണ് കാർഷിക വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വണ്ണാണ് ദേശീയ വികസനം. എന്താണ് ദേശീയ വികസനം? ബാങ്കിംഗ് സംവിധാനത്തിനുമേൽ കൂടുതൽ സാമൂഹിക നിയന്ത്രണം കൊണ്ടുവരിക. എന്താണ്? ബാങ്കിംഗ് സംവിധാനത്തിനുമേൽ കൂടുതൽ സാമൂഹിക നിയന്ത്രണം കൊണ്ടുവരിക എന്നതാണ് ദേശീയ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബാങ്ക് ദേശസാത്കരണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 1 സാമ്പത്തിക ഉൾപ്പെടുത്തൽ, 2 കാർഷിക വികസനം, 3 ദേശീയ വികസനം. ഓക്കെ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ എന്താണ്? ബാങ്കിംഗ് സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ ലഭ്യമാക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ബാങ്കിംഗ് സംവിധാനം ഉപയോഗിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു. അതുപോലെ കാർഷിക വികസനം എന്താണ്? കർഷകർക്ക് എളുപ്പത്തിൽ വായ്പകളും സാമ്പത്തിക സഹായവും ലഭ്യമാക്കി കാർഷിക മേഖലയുടെ വളർച്ച ഉറപ്പാക്കുന്നു. ദേശീയ വികസനം എന്താണ്? ബാങ്കിംഗ് സംവിധാനത്തിനുമേൽ കൂടുതൽ സാമൂഹിക നിയന്ത്രണം കൊണ്ടുവരുന്നു. ഓക്കെ, ഇത്രയുമാണ് ബാങ്ക് ദേശസാത്കരണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ബാങ്കിംഗ് മേഖലയുടെ വളർച്ചയെ 3 ഘട്ടങ്ങളായി തിരിക്കാം. ഇതാണ് ബാങ്കിംഗ് മേഖലയുടെ വളർച്ചയെ 3 ഘട്ടങ്ങളായി തിരിക്കാം. ആദ്യ ഘട്ടമാണ് 1770നും 1969 ബാങ്ക് ദേശസാത്കരണം വരെയുള്ള കാലഘട്ടം. ആദ്യ ഘട്ടം ഏതൊക്കെയാണ്? ആദ്യ ഘട്ടം എന്ന് പറയുന്നത് 1770നും 1969 ബാങ്ക് ദേശസാത്കരണം വരെയുള്ള കാലഘട്ടമാണ് ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. രണ്ടാം ഘട്ടം ഏതാണ്? 1969 മുതൽ 1990 വരെയുള്ള കാലഘട്ടവുമാണ്. 1969 മുതൽ 1990 വരെയുള്ള കാലഘട്ടമാണ് രണ്ടാം കാലഘട്ടം. മൂന്നാം കാലഘട്ടമോ 1991 മുതലുള്ള കാലഘട്ടമാണ്. ഓക്കെ, അപ്പം എന്താണ്? ബാങ്കിംഗ് മേഖലയുടെ വളർച്ചയെ നമുക്ക് 3 ഘട്ടങ്ങളായി തിരിക്കാം. ആദ്യ ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം. ആദ്യ ഘട്ടം വരുന്നത് 1770നും 1969 ബാങ്ക് ദേശസാൽക്കരണം വരെയാണ്. രണ്ടാം ഘട്ടമാണെങ്കിൽ ഈ 1969 മുതൽ 1990 വരെയാണ്. മൂന്നാം ഘട്ടമാണെങ്കിൽ 1991 മുതലുള്ള ഘട്ടമാണെന്നും ഓർത്തിരിക്കുക. ഇതിൽ 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ നിലവിൽ വരുന്നത്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യ ബാങ്കാണ്. എന്നാണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്. 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ രൂപം കൊള്ളുന്നത്. അലക്സാണ്ടർ ആൻഡ് കമ്പനി സ്ഥാപിച്ച ബാങ്കാണ് ഏത്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. എന്താണ്? അലക്സാണ്ടർ ആൻഡ് കമ്പനിയാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ രൂപവത്കരിച്ചത്. കൽക്കട്ടയിലാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്. ഏകദേശം 50 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം 1830-32 കാലഘട്ടത്തിൽ ബാങ്ക് പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്താണ്? ഏകദേശം 50 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1830-32 കാലഘട്ടത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇന്ത്യയിൽ പ്രധാനമായും വൻ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചത് 2 ഘട്ടങ്ങളിലായി നടന്ന ബാങ്കുകളുടെ ദേശസാത്കരണം വഴിയാണ്. അപ്പം എന്താണ്? ഇന്ത്യയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചത് 2 ഘട്ടങ്ങളിലായി നടന്ന ബാങ്കുകളുടെ ദേശസാത്കരണം വഴിയാണ്. അപ്പോൾ ഈ 2 ദേശസാത്കരണം കൂടി നമുക്കൊന്ന് പഠിക്കാൻ നോക്കാം. ഒന്നാം ഘട്ടം എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നാം ഘട്ടം ബാങ്ക് ദേശസാൽക്കരണം എന്ന് പറയുമ്പോൾ 1969 ജൂലൈ 19-നാണ്. എന്താണ്? 1969 ജൂലൈ 19-നാണ് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. 14 ബാങ്കുകളാണ്. ഓക്കെ, 14 ബാങ്കുകളാണ് ഈ ഒരു സമയത്ത് ദേശസാൽക്കരിക്കപ്പെട്ടത്. ഈ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പോൾ 4ാം പഞ്ചവത്സര പദ്ധതി കാലമായിരുന്നു ഈ ഒരു സമയമെന്നുകൂടി ഓർത്തിരിക്കുക. ഈ ഘട്ടത്തിൽ 50 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. എന്താണ്? ഈ ഒരു ഘട്ടത്തിൽ 50 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. 1969 വരെ ഇന്ത്യയിലെ ഏക ദേശസാൽകൃത ബാങ്ക് ഏതായിരുന്നു? SBI ആയിരുന്നു. ഏതാണ്? 1969 വരെ ഇന്ത്യയിലെ ഏക ദേശസാൽകൃത ബാങ്ക് ഏതായിരുന്നു? SBI ആയിരുന്നു. എന്നാൽ 1969 ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തിയതോടുകൂടി എത്രയാണ്? 14 ബാങ്കുകൾ ഇതിന്റെ കൂടെ വരികയാണ് ഉണ്ടായത്. ഒന്നാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, ദേന ബാങ്ക്, അലഹബാദ് ബാങ്ക്, യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദെൻ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, ദേന ബാങ്ക്, അലഹബാദ് ബാങ്ക്, യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദെൻ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഇത്രയും 14 ബാങ്കുകളാണ് ഒന്നാം ഘട്ടം, അതായത് 1969 ജൂലൈ 19-ന് ദേശസാൽക്കരിക്കപ്പെട്ടത്. ഈ ഒരു സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. 4ാം പഞ്ചവത്സര പദ്ധതി കാലമായിരുന്നു ഈ ഒരു സമയമെന്നുകൂടി ഓർത്തിരിക്കുക.
നെക്സ്റ്റ് വണ്ണാണ് രണ്ടാം ഘട്ട ദേശസാൽക്കരണം. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1980 ഏപ്രിൽ 15-നാണ്. എന്താണ്? 1980 ഏപ്രിൽ 15-നാണ് രണ്ടാം ഘട്ട ദേശസാൽക്കരണം നടന്നത്. ഇവിടെ 200 കോടി രൂപ മൂലധനമുള്ള 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. എത്രയാണ്? 200 കോടി രൂപ മൂലധനമുള്ള 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. ഏതൊക്കെയാണ് ആ ബാങ്കുകൾ? വിജയ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്. ഏതൊക്കെയാണ്? വിജയ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, ആന്ധ്ര ബാങ്ക്, ദെൻ കോർപ്പറേഷൻ ബാങ്ക്. അപ്പോൾ ഇത്രയുമാണ് രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ദേശസാൽക്കരിച്ചെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. ഈ ഒരു സമയം എന്ന് പറയുന്നത് 6ാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് കൂടി ഓർത്തിരിക്കും. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ഓർത്തിരിക്കുക. ആ സമയത്തും പ്രധാനമന്ത്രി ആര് തന്നെയായിരുന്നു? ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ടാം ഘട്ട ദേശസാൽക്കരണത്തിന് ശേഷം ആകെ 20 ബാങ്കുകളാണ് ഉണ്ടായിരുന്നത്. അപ്പം എന്താണ്? രണ്ടാം ഘട്ട ദേശസാൽക്കരണം കഴിഞ്ഞതിന് ശേഷം ആകെ 20 ദേശസാൽക്കരിച്ച ബാങ്കുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1993 എന്താണ്? 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. ഏത് ബാങ്കാണ്? ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. ചില പ്രതിസന്ധികളെ തുടർന്നാണ് ഇത്തരത്തിലൊരു ലയനം വന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ നിലവിൽ 19 ദേശസാൽകൃത ബാങ്കുകളായി മാറി. എത്രയാണ്? 19 ദേശസാൽകൃത ബാങ്കുകളായിട്ട് മാറുകയാണ് ഉണ്ടായത്. സോ ഈ രണ്ട് ബാങ്ക് ദേശസാൽക്കരണവും ബാങ്കിങ് മേഖലയുടെ വളർച്ചയെ വളരെ കാര്യമായിട്ട് തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ ബാങ്കിങ് മേഖലയുടെ വളർച്ചയെ 3 ഘട്ടങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലെ ആദ്യ ഘട്ടവും രണ്ടാം ഘട്ടവും നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞു. ഇനി മൂന്നാം ഘട്ടത്തെ പ്രത്യേകത എന്താണ്? മൂന്നാം ഘട്ടം എന്നറിയപ്പെടുന്നത് 1991 മുതലുള്ള കാലഘട്ടമാണ്. ഏതാണ്? 1991 മുതലുള്ള കാലഘട്ടത്തെയാണ് മൂന്നാം കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ നടപ്പിലാക്കിയ കാലഘട്ടമാണ്. എന്താണ്? ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ നടപ്പിലാക്കിയ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് 1991 മുതലുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മൂന്നാം കാലഘട്ടത്തിൽ നൂതന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കിയ സ്വകാര്യ ബാങ്കുകളെ അറിയപ്പെടുന്നത് പുത്തൻ തലമുറ ബാങ്കുകൾ എന്നാണ്. ഏതാണ്? പുത്തൻ തലമുറ ബാങ്കുകൾ എന്നാണ് മൂന്നാം ഘട്ടത്തിൽ നൂതന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കിയ സ്വകാര്യ ബാങ്കുകളെ അറിയപ്പെടുന്നത്. പേരെന്താണ്? പുത്തൻ തലമുറ ബാങ്കുകൾ. ഓക്കെ, കൂടാതെ ഇനി കുറച്ച് പോയിന്റ് കൂടി നോക്കാനുണ്ട്. 2019 ഏപ്രിൽ 1 എന്നാണ് 2019 ഏപ്രിൽ 1 ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? അത് വിജയ ബാങ്കും ദേന ബാങ്കുമാണ്. എന്താണ്? 2019 ഏപ്രിൽ 1 ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? വിജയ ബാങ്കും ദേന ബാങ്കും. ഈ ഒരു ലയനത്തോടെ ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കായി മാറുകയാണ് ഉണ്ടായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ പൊതുമേഖലാ ബാങ്ക് SBIയും രണ്ടാമത്തേത് ബാങ്ക് ഓഫ് ബറോഡയും മൂന്നാമത്തേത് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കുമാണ്. അതുപോലെ പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യൻ ബാങ്ക് ഏതാണ്? അത് IDBI ആണ്. ഏതാണ്? IDBI ആണ് പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത്. സോ പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ LIC ഏതാണ്? പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ LIC IDBIയുടെ 51% ഓഹരി സ്വന്തമാക്കിയതോടെയാണ് IDBIക്ക് ഈ ഒരു പൊതുമേഖലാ ബാങ്ക് പദവി നഷ്ടമായത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. എന്താണ്? പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ LIC IDBIയുടെ 51% ഓഹരി സ്വന്തമാക്കിയതോടെയാണ് IDBIക്ക് പൊതുമേഖലാ ബാങ്ക് പദവി നഷ്ടമായതെന്നും ഓർത്തിരിക്കുക. അതുപോലെ IDBI സ്വകാര്യ മേഖലാ ബാങ്കായി പുനഃസ്ഥാപിതമായതെന്നാണ്? അത് 2019 ജനുവരി 21-നാണ്. 2019 ജനുവരി 21-നാണ് IDBI സ്വകാര്യ മേഖലാ ബാങ്കായി പുനഃസ്ഥാപിക്കപ്പെട്ടതെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. കൂടാതെ 2020 ഏപ്രിൽ 1 കേന്ദ്ര സർക്കാർ ലയനം നടത്തിയ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. ഇതാണ് 2020 ഏപ്രിൽ 1 കേന്ദ്ര സർക്കാർ ലയനം നടത്തിയ ബാങ്കുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. ഏതൊക്കെയാണ്? ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. മറ്റൊന്ന് ആന്ധ്ര ബാങ്കിനെയും കോർപ്പറേഷൻ ബാങ്കിനെയും യൂണിയൻ ബാങ്കിൽ ലയിപ്പിച്ചു. എന്താണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയെ ലയിപ്പിച്ചു. ഏതൊക്കെയാണ്? ആന്ധ്ര ബാങ്കിനെയും കോർപ്പറേഷൻ ബാങ്കിനെയും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയെ ലയിപ്പിച്ചു. തേർഡ് വൺ സിൻഡിക്കേറ്റ് ബാങ്കിനെ കാനറ ബാങ്കിൽ ലയിപ്പിച്ചു. ഏതാണ്? സിൻഡിക്കേറ്റ് ബാങ്കിനെ കാനറ ബാങ്കിൽ ലയിപ്പിച്ചു. ദെൻ അലഹബാദ് ബാങ്കിനെ ഇന്ത്യൻ ബാങ്കിലും ലയിപ്പിച്ചു. എന്താണ്? അലഹബാദ് ബാങ്കിനെ ഇന്ത്യൻ ബാങ്കിലും ലയിപ്പിച്ചു. അപ്പോൾ 2020 ഏപ്രിൽ 1 കേന്ദ്ര സർക്കാർ ലയനം നടത്തിയ ബാങ്കുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സിനെയും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും
പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. സെക്കൻഡ് വൺ ആന്ധ്ര ബാങ്കിനെയും കോർപ്പറേഷൻ ബാങ്കിനെയും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ലയിപ്പിച്ചു. ദെൻ സിൻഡിക്കേറ്റ് ബാങ്കിനെ കാനറ ബാങ്കിൽ ലയിപ്പിച്ചു. അലഹബാദ് ബാങ്കിനെ ഇന്ത്യൻ ബാങ്കിൽ ലയിപ്പിച്ചു. സോ നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? 12 എണ്ണമാണ്. ഓക്കെ, ഇപ്പം നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? 12 എണ്ണമാണ്. അവ ഏതൊക്കെയാണ്? SBI, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, യൂക്കോ ബാങ്ക്, ദെൻ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. സോ ഇത്രയും 12 ബാങ്കുകളാണ് ഇന്ത്യയിലെ നിലവിലെ പൊതുമേഖലാ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? SBI, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, യൂക്കോ ബാങ്ക്, ദെൻ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സജഷൻസും ഒപ്പീനിയൻസും കമന്റ്സ് രൂപത്തിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.